ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് ചെന്നപ്പം അമ്മു നല്ല പണിയിലാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങ് വീഡിയോ എടുത്തിട്ടേക്കാന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ തേങ്ങ അരക്കലില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഉണങ്ങി അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അതെല്ലാം വെട്ടിപ്പൊളിക്കുകയാണ്. അവൾ വെട്ടിപ്പൊളിക്കാൻ കാരണം അവൾക്ക് പൊങ്ങ് തിന്നാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമുക്ക് ഉണക്കാൻ വേണ്ടി എന്നുള്ള ചിന്തയോടൊന്നും അല്ല അവൾ ചെയ്യുന്നത്. എന്നാലും അവൾ ഒരു 2-3 വെട്ടിപ്പൊളിച്ച് പൊങ്ങ് തിന്ന് കഴിഞ്ഞപ്പോൾ അവൾ വിചാരിച്ചു എന്നാൽ ബാക്കിയും കൂടെ വെട്ടിപ്പൊളിക്കാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കയറി ചെല്ലുമ്പോൾ അമ്മമ്മയും മോളും കൂടെ അമ്മ അവിടെ കസേര ഇരിക്കുന്നുണ്ട്, അവൾ ഇവിടെ ഇരുന്ന് വെട്ടി തിന്നുന്നുണ്ട്. അവൾ ഈ വെട്ടിപ്പൊളിക്കുന്ന പൊങ്ങൊക്കെ തിന്നുകൊണ്ട് അമ്മ അവിടെ ഇരിക്കേണ്ട. ഒന്നാമത് അമ്മയ്ക്ക് പല്ലില്ല, അമ്മ ഉള്ളത് വെച്ചിട്ട് അമ്മ അമങ്ങി വിടുന്നുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങ്. അവളവിടെ ഭയങ്കരമായിട്ട് വെട്ടിപ്പൊളിക്കലുമാണ്. ഞാൻ ഈ കയറ്റം കയറി ചെന്ന് ശ്വാസം കിട്ടാതെ വന്ന് അവിടെ കുത്തിയിരിക്കുമ്പോൾ അവളെനിക്ക് പൊങ്ങ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല മധുരമാണ് കേട്ടോ. ഈ ഉണങ്ങി കിടക്കുന്ന തേങ്ങയിലെ പൊങ്ങ് നിങ്ങൾ തിന്നിട്ടുണ്ടോ? എന്ത് സൂപ്പർ ടേസ്റ്റാണെന്നറിയോ? അത് എന്ന് പറഞ്ഞാൽ നല്ലൊരു മധുരമാണ് അതിന്. ഞങ്ങളത് തിന്നുമ്പോൾ പിന്നെന്താ പറയുക, ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വന്ന് മടുത്ത സമയത്ത് ഞാൻ വേഗം വാരി തിന്നു. അമ്മു അത് തിന്ന് മടുത്തിരിക്കുക എന്ന് പറയുന്നുണ്ട് അവൾ വെട്ടിയിട്ടും മടുത്തു. കാരണം ഈ ഉണങ്ങിയ പൊട്ടത്തേങ്ങ വെട്ടിപ്പൊളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടാട്ടോ. തേങ്ങേൻ്റെ ചകിരിയിലേക്ക് ആ കത്തി അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അമ്മ പൊളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അമ്മ കയറി വന്നല്ലേ ഉള്ളൂ, അമ്മ അവിടെ ഇരുന്നോ, ഞാൻ പൊളിക്കാമെന്ന്. അപ്പം ഞാൻ അവിടെ കുത്തിയിരുന്ന് പൊങ്ങങ്ങ് തിന്നു. എനിക്ക് പൊങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു കുറേ കിട്ടുമായിരിക്കുന്നു. പക്ഷെ ഞാൻ വരുന്നതിൻ്റെ മുന്നേ 2 പേരും പൊങ്ങുള്ളത് മൊത്തം, ഒരുവിധം ഉള്ളത് മൊത്തം അവർ പൊട്ടിച്ച് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോൾ പൊട്ടിച്ചാൽ ഒരു പൊങ്ങുണ്ടായിരുന്നാണ് ഇപ്പോൾ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇനി പൊങ്ങ് കിട്ടുമോയെന്നറിയില്ല. കിട്ടിയത് വലിയ പൊങ്ങാണ്. അപ്പോൾ ഞാനത് അവർക്ക് 2 പേർക്കും കൊടുക്കാം. ഞാൻ തന്നെ കുത്തിയിരുന്നത് മൊത്തം തിന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നാൻ. പക്ഷേ ഇപ്പോൾ എഴുന്നേറ്റ് പോയി ഉപ്പും മുളകും കുരുമുളകും ഉപ്പൊന്നും എടുക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ തിന്നു. ഇതാ വന്നിട്ട് അകത്ത് പോലും കയറിയില്ല, എല്ലാം അവിടെ ഇട്ട് കുത്തിരിക്കുക. അപ്പോൾ കുഞ്ഞുണ്ട് കാര്യമായിട്ട് എന്തോ വീക്ഷിച്ചിരിക്കണം. വേറെ ഒന്നുമല്ല കേട്ടോ, അവൾ അത്ര കാര്യമായിട്ട് വീക്ഷിക്കുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ ചുറ്റിനും ഈയാമ്പാറ്റ വരുന്നുണ്ട്, ഈയൽ വരുന്നുണ്ട്. ഇപ്പം മഴ ഒന്ന് പെയ്ത് പോയതിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പാറ്റ, പ്രാണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവളായിരിക്കുന്നത്. ഞാൻ മടുത്ത് ക്ഷീണിച്ചാകെ വിയർത്ത് കുളിച്ചാട്ടോ. നമ്മളെന്നും ഇങ്ങനെയാട്ടോ, വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിണ്ണയിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടേ അകത്തേക്ക് കയറുള്ളൂ. അത്രയ്ക്ക് മടുപ്പാണ്. അപ്പോൾ ക്ഷീണത്തിൽ വന്നിരിക്കുമ്പോഴാണ് ഈ പൊങ്ങ് കേട്ടോ. ഞാൻ എന്നിട്ട് ആർത്തി പിടിച്ച് വാരി വലിച്ച് തിന്നുമ്പോൾ അമ്മ കളിയാക്കി ചിരിക്കുന്നുണ്ട്. കാരണം ഇതിക്കരെ കണ്ടതിലുള്ള സന്തോഷവും പിന്നെ വന്ന ക്ഷീണത്തിലുള്ളതെല്ലാം കൂടെ. അപ്പോഴാണ് അവളൊരു തേങ്ങ പൊട്ടിച്ചപ്പം നല്ലോണം വെള്ളമുള്ളൊരു തേങ്ങ. വെള്ളം കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉണ്ടോ അത് നല്ല ഉണങ്ങി ചുരുങ്ങിയിട്ട് വെള്ളം വറ്റി വരികയാണ്. അപ്പോൾ അതിൽ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് ആ വെള്ളത്തിൽ. അപ്പോൾ അവൾ പറഞ്ഞ അമ്മയെ നല്ല സൂപ്പർ മധുരമാണ്. അപ്പം ഞാൻ അതങ്ങനെ മേടിച്ച് അതിൻ്റെ ഇതൊന്നും പൊട്ടിക്കാതെ തന്നെ അങ്ങനെ കുടിച്ച് നോക്കുക കേട്ടോ. പക്ഷേ സംഭവം സൂപ്പറാട്ടോ. അതിനകത്ത് നിറച്ച് നാരുണ്ടായിരുന്നു, വായിൽ പോയി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല എനർജി ഡ്രിങ്ക് കുടിച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ കയറി വന്നപ്പോൾ ക്ഷീണവും കുഴക്കമൊക്കെ എൻ്റെ അങ്ങ് പോയി കിട്ടി. നല്ല ഉഷാറായി ഞാൻ. അപ്പം ഞാൻ അമ്മൂനോട് പറയാം, ഇത് കുടിച്ചപ്പോൾ എന്തായാലും നല്ലൊരു ഉഷാറ് വന്നു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വേണമെങ്കിൽ പൊളിക്കാൻ തേങ്ങാന്ന്. എന്നിട്ടും പൊങ്ങ് തീറ്റി നിർത്തുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ഞാൻ കുറച്ചും കൂടെ പൊളിക്കുക, കാരണം അത്രയും കൂടെ ഉണ്ട്, ചാക്കിലും ഉണ്ട് ഒരു 10-20 തേങ്ങ, താഴെ അത്രയും കൂടെ പൊളിക്കാണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഞാൻ കുറച്ചും കൂടെ പൊളിച്ച് തരാമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ താഴെ അവൾ പൊളിച്ചിട്ടൊക്കെ പെറുക്കി മുകളിലോട്ട് വെച്ചു. താഴെ ഇട്ട് അതിന് എന്തെങ്കിലും ജന്തുക്കളെങ്ങനെ രാത്രി കയറിയാലോ ഇതിൽ കയറ്റി വെച്ചിട്ട് ഷീറ്റിട്ട് മൂടാലോ എന്ന് വിചാരിച്ച് ഞാനെല്ലാം മുകളിലോട്ട് കയറ്റിയിട്ടോ. ചിലത് നമ്മളിങ്ങനെ വെട്ടി പൊളിക്കുമ്പോൾ ഉണങ്ങി ചുങ്ങിയിരിക്കും. കുറേ എണ്ണം അങ്ങനെയുണ്ട് കേട്ടോ, ഉള്ളിൽ തന്നെ ഉണങ്ങി കിടക്കുന്ന തേങ്ങയുണ്ട്, കൊപ്രയായിട്ടുള്ളത്. അല്ലാതെ അത് പൊട്ടിക്കാൻ നമ്മൾ കാണുമ്പോൾ നല്ല പാടുണ്ട് കേട്ടോ. കത്തിൻ്റെ വായ്ത്തലയൊക്കെ പോവും, അടിയൊക്കെ പൊട്ടിട്ടുണ്ടാവും. ഈ കത്തി അതിലേക്ക് അങ്ങോട്ട് ഏൽക്കുന്നില്ല ചിരട്ട ഉണങ്ങിയിട്ട്. അപ്പോൾ അവളും എനിക്ക് മാറിത്തന്നു. അപ്പോൾ ബാക്കി അടുത്തത് എൻ്റെ ഊഴാണേ. ഞാൻ കുത്തിയിരുന്ന് പൊട്ടിച്ചിട്ട് അവൾ പൊട്ടിക്കുമ്പോൾ എനിക്ക് പൊട്ടിക്കാൻ കഴിയുന്നില്ല. അത് കണ്ടോ, അതിൻ്റെ കൊപ്ര വേറെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സുഖമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ചകിരി ഇതൊക്കെ താങ്ങിക്കൊണ്ട് നടക്കണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ അരിഞ്ഞ് ഉണക്കാം. അത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു ചെറിയൊരു പൊങ്ങ്, പക്ഷേ ഉണങ്ങി ചുങ്ങിയിട്ട് എന്തൊരു മധുരമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ അത് തിന്നു.
പിന്നെ ബാക്കി ഒരു 8-10 കൂടെ ഞാൻ പൊളിച്ചു കേട്ടോ. എന്നെ കൊണ്ട് കഴിയുന്നില്ല. അവൾ പിന്നെയും പൊളിക്കും, എനിക്കതുപോലെ പൊളിക്കാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ വെട്ടുമ്പോഴേക്കും അത് കത്തിന്ന് തെറിച്ച് പോവുക. പിന്നെ അവൾ തന്നെ ബാക്കിയുള്ള ചാക്കിലുള്ളതും കൂടെ ഇട്ട് കൊടുത്തു. അത് എത്രയും കൂടെ ഇനിയും പൊളിക്കാണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പൊളിച്ചോളാം, അമ്മ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ പൊളിക്കുന്ന സമയത്ത് അവൾ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ ചായ കുടിച്ചോ, അപ്പോഴേക്കും ഞാനിത് പൊളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചു, അമ്മയും ഞാനും കൂടെ. അവൾ പിന്നെ അങ്ങനെ എപ്പോഴും ചായ കുടിക്കില്ല, അവൾ ചിലപ്പോഴേ കുടിക്കുകയുള്ളൂ. അവൾക്ക് ഇഷ്ടമുണ്ടായി. ഞാൻ പാല് കൊണ്ടുവന്നത് കൊണ്ട് തണ്ണിമത്തനും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ തണ്ണിമത്തനും പാലും കൂടെ വെച്ച് ജ്യൂസാക്കി കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.